ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു മോർണിംഗ് റൊട്ടീനായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. കൂടുതലും ഈവനിങ് റൊട്ടീനാണ് ഞാൻ ചെയ്യാറ്. ഇന്ന് മോർണിംഗ് റൊട്ടീനാണ്. രാവിലെ ചേട്ടൻ എഴുന്നേറ്റ് കണ്ടിട്ട് ചോറ് വാർത്ത് വെച്ചിട്ടുണ്ട്, ചായക്കുള്ള വെള്ളം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ആൾ പോയി. പിന്നെ ഞാൻ വേഗം ഒരു ചീനച്ചട്ടി കഴുകിക്കൊണ്ട് അടുപ്പത്ത് വെച്ചു. തലേദിവസം തന്നെ എല്ലാം അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് കാരണം നമുക്ക് അടുപ്പത്തിടുന്ന പരിപാടി മാത്രമുള്ളൂ. എല്ലാം റെഡിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുക്കളയിലേക്ക് വരുമ്പോൾ തന്നെ നല്ലൊരു എന്താ പറയുക, വേഗം വേഗം അങ്ങോട്ട് ഗ്യാസ് കത്തിച്ച് കണ്ടിട്ട് അതിലേക്ക് ആക്കുക വേണ്ടോ. പിന്നെ ഇതേപോലെ 3-4 ബർണറൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണല്ലോ. നമുക്ക് ഓരോന്ന് ഓരോ അടുപ്പത്തേക്ക് ആക്കാം. അപ്പോൾ അതാ പഞ്ചസാര ആദ്യം തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ തൃശ്ശൂരൊക്കെ ആയിരുന്നു അപ്പോൾ പറയും ബ്ലീച്ചിങ് പൗഡറിൻ്റെ ആ സ്മെല്ല് ഇല്ലാണ്ടിരിക്കാനാണ്. അപ്പോൾ ഇപ്പോഴും ഞാനത് ആ ഒരു ഷുഗർ പേഷ്യൻ്റ് ഒന്നും ഇല്ലെങ്കിൽ നമ്മളത് അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ചായക്ക് കുറച്ചും കൂടി ടേസ്റ്റ് ഉള്ള പോലെ തോന്നും. അപ്പോൾ ഒരു 1.5 ഗ്ലാസ് ചായ ആവശ്യമുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് കുറച്ചേ വയ്ക്കാറുള്ളൂ കേട്ടോ. ആദ്യത്തെ വല്ലപ്പോഴാണ് ചായ ഒന്ന് കുടിക്കാൻ ചോദിക്കാറുള്ളൂ. അത് ചീനച്ചട്ടിയിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് തീ കുറച്ച് വെച്ചു. എന്നിട്ട് വേഗം ഉള്ളി തോല് കളഞ്ഞും കണ്ടിട്ട് അതൊന്ന് ചതച്ചെടുക്കുകയാണ്. അതൊക്കെ വേണമെങ്കിൽ തലേദിവസം നമുക്ക് ചെയ്ത് വെക്കാം കേട്ടോ. ഇതിപ്പോൾ ഒരു 2 ഉള്ളിയല്ലേ വേണ്ടോയെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്തില്ല. പിന്നെ ഞാൻ ഇടിക്കല്ല് ഇതായി ഇവിടെ വെക്കുള്ളൂ കേട്ടോ. നമ്മുടെ കൗണ്ടർ ടോപ്പിൽ കൊണ്ടുവച്ചില്ല. ഇടിക്കുമ്പോൾ അതങ്ങനെ പൊട്ടിയാലോ എന്നുള്ളൊരു പേടി കൊണ്ടാണ്. അപ്പോഴേക്കും ഇതാ ചായ തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ചായയിലിട്ട് കൊടുത്തു. പിന്നെ അതാ പാലൊഴിച്ച് കൊടുത്തു കേട്ടോ. എനിക്ക് നല്ല കടുപ്പത്തിലുള്ള നല്ലോണം പാലൊഴിച്ച് ഇത്തിരി മധുരം കുറഞ്ഞ ചായയാണ് കൂടുതലിഷ്ടം. അപ്പോൾ ഇതാ പാല് പൊട്ടിച്ചത് എവിടെയാണെന്ന് കാണുന്നില്ലേ, തപ്പി പിടിച്ച് അത് കണ്ടുപിടിച്ചു. അതങ്ങനെ മാറ്റി വെച്ചു കേട്ടോ. അപ്പോഴേക്കും ഇതാ നമ്മുടെ ഉള്ളി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ വേഗം ആ പാലിൻ്റെ കവറൊന്ന് കഴുകി കണ്ടിട്ട് ആ സോപ്പ് വയ്ക്കണ ആ ഒരു പൈപ്പും ഒരെണ്ണം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമ്മയ്ക്ക് വെക്കും കേട്ടോ. അപ്പോൾ അതുമ്മ അങ്ങനെ സോപ്പ് വയ്ക്കാറില്ല, കൂടുതൽ ലിക്വിഡ് അതിൻ്റെ ഉള്ളിൽ ഒഴിക്കാറാണ് പതിവ്. അപ്പോൾ ഇനി അതങ്ങനെ സോപ്പിൻ്റെ അത്ര ആവശ്യങ്ങൾ ഉണ്ടാവാറില്ല. അത് കാരണം കൊണ്ട് അതിൽ ഞാൻ എപ്പോഴും നമ്മളെ സിങ്ക് കഴുകണ സ്ക്രബ്ബറും അതുപോലെ തന്നെ ഇതുപോലെ പ്ലാസ്റ്റിക് കഴുകണതൊക്കെയാണ് അതിൽ കൂടുതൽ വയ്ക്കാറ്. ചായ തിളച്ചിട്ടുണ്ട്. അത് ഓഫ് ചെയ്തിട്ടപ്പോഴേക്കും ചേട്ടൻ്റെ ബ്രഷിങ് ഒക്കെ കഴിഞ്ഞ് വന്നു. അപ്പോൾ അത് ഊറ്റിക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ വേഗം ഉപ്പേരിക്കുള്ള മുളക് പൊടിച്ചിട്ടുണ്ടായിരുന്നില്ല, അതൊന്ന് പൊടിച്ചും കണ്ടിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ അതിലിത്തിരി ഒരു മഞ്ഞപ്പൊടിയും കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. മഞ്ഞപ്പൊടി ഇട്ടാലാണ് കറിക്ക് നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. മഞ്ഞപ്പൊടി ഇട്ട് കൂടുതൽ ഇത്തിരി ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് രോഗപ്രതിരോധ ശക്തിക്ക് നല്ലതാണെന്ന് പറയും. ശ്രീകുട്ടനൊക്കെ അങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പണ്ട് ഡോക്ടർമാരൊക്കെ. പക്ഷേ ഇപ്പോൾ പിന്നെ പറയുന്നുണ്ട് മഞ്ഞപ്പൊടി കൂടുതലായിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറികളുടെ ടേസ്റ്റ്, മഞ്ഞപ്പൊടി ടേസ്റ്റിനെ കൊല്ലൂത്രേ. അപ്പോൾ അത് കാരണം വളരെ ലിമിറ്റായിട്ട് മാത്രമേ മഞ്ഞപ്പൊടി ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നും പറയുന്നുണ്ട്. പക്ഷേ ഹെൽത്തിയാണ് കേട്ടോ. ഇത്തിരി മഞ്ഞപ്പൊടി കൂടുതലിട്ടാൽ, വാങ്ങിക്കുന്ന മഞ്ഞപ്പൊടിയല്ല നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. എന്നാലും നമുക്കിപ്പോൾ വാങ്ങിക്കല്ലാണ്ട് വേറൊരു ഓപ്ഷനൊന്നും ഇല്ലല്ലോ. വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യുക, അതാണ് നല്ലത്. അപ്പോൾ അങ്ങനത്തെ അപ്പോഴേക്കും അത് മൂത്ത് ആ പയറിട്ടിട്ട് മിക്സ് ചെയ്തു. ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല എന്ന് വെച്ചാൽ പയർ അപ്പം തന്നെ കഴുകി വാരി എടുത്തതാണ്. അതിൽ എന്തായാലും വെള്ളം ഉണ്ടാവും. അപ്പോൾ ഇനി രണ്ടാമതൊരു വെള്ളത്തിൻ്റെ ആവശ്യമില്ല. വേഗം തന്നെ ആ ചായ വെച്ച പാത്രം കൂടി ഒന്ന് തേച്ച് കഴുകി വെച്ചു. അതിനിടയ്ക്ക് മാങ്ങ ചെത്തി വെക്കലും മീൻ കറി വെക്കാനുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, പച്ചമുളക് അരിഞ്ഞ്, അങ്ങനെ എല്ലാതും അതിൻ്റെ ഇടയിൽ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാതും നമുക്ക് ചില നേരത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. ജോലികൾ സ്പീഡിൽ എടുക്കണ പോലെ തന്നെ അത് ഷൂട്ട് ചെയ്യാനും കൂടി ആകുമ്പോൾ നമുക്ക് അതിൻ്റെ ഇരട്ടി സമയം വേണം. ഇപ്പോൾ രാവിലെ ആകുമ്പോൾ നമ്മൾ ജോലിക്ക് പോകുമ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ വരും. എന്നാലും പിന്നെ നമ്മുടെ ജോലി ഇതാണല്ലോ. അപ്പോൾ അത് കാരണം അങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്, മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇട്ട് കൊടുത്തു. കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. വേണമെങ്കിൽ ഇത്തിരി ഉലുവ പൊടിച്ചത് കയ്യിലുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നല്ല ഇറച്ചി പോലെയുള്ള മീനുകളൊക്കെ ആണെങ്കിൽ അതിൽ കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൗഡറോ അല്ലെങ്കിൽ ഇത്തിരി പെരിഞ്ജീരകം അരച്ച് ചേർക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് വയ്ക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. അതിനിടയ്ക്ക് നമ്മുടെ പയറൊന്ന് വെന്തോന്ന് നോക്കി. അപ്പോൾ അത് വെന്തിട്ടിൽ ഒന്നും കൂടി ആവാനുണ്ട്. അപ്പോൾ അതവിടെ കിടന്നോട്ടെ വെച്ചിട്ട് വീണ്ടും മൂടി വെച്ചു. ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഞാൻ കൂടുതലിടുക മറ്റുള്ള പണികൾ ചെയ്യുമ്പോൾ. ചേട്ടാ അതിനിടയ്ക്ക് തേങ്ങ ചിരകി തന്നിട്ടുണ്ടായിരുന്നു. വേഗം അതൊന്ന് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. തേങ്ങ അരച്ചാണ് ഞാൻ കൂടുതലും കറി വയ്ക്കാറ്. ഇപ്പോൾ കറിക്ക് ചിലവ് കുറവാണ്, വളരെ വളരെ കുറവാണ്. മീൻകറി തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചിട്ടും 2 ദിവസമൊക്കെ ഇരുന്നിട്ടാണ് കറി ചിലവാവുന്നത് കേട്ടോ. ഞാൻ 2 പൊതിച്ചോറ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, കൂടുതൽ കറികൾ ഉണ്ടായോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അന്ന് പൊതിച്ചോറ് ഉണ്ടാക്കിയത്. കൂടുതൽ കറികൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് പൊതിച്ചോറ് അടിപൊളിയാണ്. അല്ലെങ്കിലും നമുക്ക് 1-2 തരം കറി ഉണ്ടെങ്കിൽ ഒരു മുട്ട പൊരിച്ചതും ഇത്തിരി ചമ്മന്തിയൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ നമ്മുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കി കഴിക്കാം. അതിനിടയ്ക്ക് ചേട്ടൻ ചെടി നനയ്ക്കുന്നത് കാണിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ചേട്ടൻ ഫ്രണ്ടിൽ നനയ്ക്കായിരുന്നു, കണ്ടില്ല. പിന്നെ എൻ്റെ മീൻകറി അടുപ്പത്തേക്ക് ആവാത്ത കാരണം ഞാൻ വേഗം ഇങ്ങോട്ട് ഓടിപ്പോന്നു.
തേങ്ങാപ്പാൽ പിഴിഞ്ഞ് ഇതാ മീൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. അതും ഒന്ന് ഇളക്കി തീയൊക്കെ ഓഫ് ചെയ്ത് മൂടി വെച്ചു. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു. പിന്നെ നമുക്ക് ഈ തേങ്ങാപ്പീരുണ്ടല്ലോ അത് കളയണ്ട, അത് ആവശ്യമുണ്ട്. നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം. ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് ചമ്മന്തി ഉണ്ടാക്കുന്നത്. ഇന്ന് ഞാൻ വൈകുന്നേരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വൈകുന്നേരം അല്ല കേട്ടോ, 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഉണ്ടാക്കിയത്. എന്നാലും ഞാനത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ വല്ലാണ്ട് ഒട്ടും അതിലൊരു തേങ്ങാപ്പാലില്ലാത്ത വിധത്തിലാണ് പിഴിഞ്ഞെടുത്തതെന്ന് വെച്ചാൽ അത് പിന്നെ ചെമ്മീൻ പൊടി ഉണ്ടാക്കിയാൽ അത്ര അങ്ങോട്ട് ഒരു സ്വാദം ഉണ്ടാവില്ല. ഇത്തിരീശെങ്കിൽ അതിലൊരു തേങ്ങാപ്പാൽ വേണം കേട്ടോ. പിന്നെ ഇത് സ്റ്റോർ ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്രിഡ്ജിലാണെങ്കിൽ 2 ദിവസം നമുക്ക് നിൽക്കുള്ളൂ. പിന്നെ ഫ്രീസറിൽ വെച്ചാലാണ് കേട്ടോ പറ്റുക. അപ്പം ഞാൻ കൂടുതലും ഫ്രീസറിലേക്ക് വെക്കും. എന്നിട്ട് പിന്നെ നമുക്ക് ഒഴിവാകുമ്പോൾ അതെടുത്ത് ചമ്മന്തി ഉണ്ടാക്കുക, അങ്ങനെ ചെയ്യാം. കളയാനായിട്ട് ഒരു വിഷമമാണ് കേട്ടോ. അതിനിടയ്ക്ക് മീൻകറിക്ക് അടുപ്പത്ത് വെച്ച് ഞാൻ വേഗം കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് അവിടെ ഒന്ന് അടിച്ചു വാരിയിട്ടു. ഫ്രണ്ട് ഭാഗമൊന്നും അടിക്കാനൊന്നും പോയില്ല. എന്ന് വെച്ചാൽ പനി മാറി ഒന്നും റെഡി ആയിട്ടില്ല. ഞാൻ വീഡിയോ ഇടണ്ടെന്ന് വിചാരിച്ചു, പക്ഷേ വീഡിയോ ഇടാണ്ടിരുന്നാൽ നമ്മുടെ യൂട്യൂബ് പോകില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് വീഡിയോ പിടിച്ചു എന്ന് മാത്രം കേട്ടോ. ക്ലീനിങ് ഒന്നും അങ്ങോട്ട് ഫുള്ളായിട്ട് അങ്ങോട്ട് ആക്കിയിട്ടില്ല പനി മാറിയ പിന്നെ. എന്നാലും പറ്റണ പോലെയൊക്കെ തുണികൾ കഴുകലും നമുക്കൊന്ന് അടിച്ചു വാരലും മുറ്റടിക്കലൊക്കെ ചെയ്യാതെ പിന്നെ നിവൃത്തിയില്ലല്ലോ. അതൊക്കെ പറ്റണ പോലെയൊക്കെ ചെയ്തു. കൂടുതലും കുക്കിങ്ങിലേക്കാണ് കൂടുതൽ കയറിയിട്ടുള്ളത്. എന്നാലേ നമുക്ക് ഭക്ഷണം മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ വാഷിംഗ് മെഷീൻ ഉള്ളതുകൊണ്ട് അലക്കണ കാര്യം പിന്നെ കുഴപ്പമില്ല. അലക്കി കഴിഞ്ഞാൽ വിരിച്ചിടാനൊക്കെ ചേട്ടനോടോ ആദ്യത്തിനോടോ ഒക്കെ പറഞ്ഞ് ചെയ്തു തരും. തുണി മടക്കില്ലെങ്കിലും ഞാൻ അവിടെ ഒരു ഡെസ്ക് വെച്ചിട്ടുണ്ട് ഇപ്പോൾ വയ്യാണ്ടാകുമ്പോൾ ഒക്കെ വെക്കാനായിട്ട്. അപ്പോൾ അതിൽ കൊണ്ടിട്ടു കേട്ടോ. അപ്പോൾ അത് ഉള്ളിയും കറിവേപ്പിലയും കൂടി നന്നായിട്ട് ഫ്രൈ ചെയ്ത് അതിലേക്കൊരു ഇത്തിരി മുളക് പൊടി തീ ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് മൂപ്പിച്ചിട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ നല്ല കളറായിരിക്കും മീൻ കറിക്ക്. എപ്പോഴും ഒന്നും ഞാൻ ചെയ്യാറില്ല, എന്നാലും ചിലപ്പോൾ തോന്നുകയാണെങ്കിൽ ചെയ്യും കേട്ടോ. ഇന്നത്തെ കറിക്ക് എനിക്ക് ചെയ്യണം തോന്നി. എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റുള്ള മീൻ കറിയാണ് ഇന്നത്തെ കേട്ടോ. നല്ല അയില കിട്ടണം. അതുപോലെ മാങ്ങിയിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. വെക്കാത്തവരുണ്ടെങ്കിൽ വെച്ച് നോക്കിയോ. വെക്കാത്തവർ കേരളീയരായിട്ടുള്ളവരൊന്നും വെക്കാത്തവരുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ചില ഏരിയയിലേക്ക് മീൻ വറ്റിച്ച് മാത്രമേ കഴിക്കുള്ളൂ എന്ന് തോന്നുന്നു അല്ലേ. പക്ഷേ തൃശ്ശൂർക്കാർക്ക് കൂടുതലും തേങ്ങാപ്പാലൊഴിച്ച് വറ്റിക്കുന്നതായിരിക്കും ഇഷ്ടം എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ചപ്പാത്തി തലേദിവസത്തെ ഉണ്ടായിരുന്നു. ചപ്പാത്തി മീൻ കറി കഴിച്ചിട്ടുണ്ടോ കൂട്ടുകാർ? അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, എനിക്കിഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ചപ്പാത്തിക്ക് മീൻ കറിയാണ് ഇന്നത്തെ കറി. ഇതാണ് ഇന്നത്തെ ഉച്ചയൂണ്. പിന്നെ ഞാൻ ചെടികളൊക്കെ ഒന്ന് വയ്ക്കണത് ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അധികം പേര് കണ്ടിട്ടില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനിത് ഈ വീഡിയോയിലും കൂടി ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ ഈ മരം പോലുള്ള ചെടികൾ നല്ല ഭംഗിയുള്ളതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മുറിച്ച് നമ്മൾ നല്ല ഭംഗിയുള്ള ചെടിച്ചട്ടികളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഈ വേലിയതൊക്കെ കാട് പിടിച്ച് നിൽക്കണേറ്റും നമ്മളിങ്ങനെ മുറിച്ച് ചെടിച്ചട്ടിയിൽ നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ മുറ്റത്ത് വെച്ച് അടിപൊളിയാണ്. അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കിയോളൂ ഈ സൂത്രം. ഞാൻ ചെടിത്തോട്ടം ഉണ്ടാക്കാനുള്ള ചെടിത്തോട്ടം സെറ്റ് ചെയ്യാനുള്ളൊരു ഉദ്ദേശമുണ്ട്. അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മൾ ഓടി വന്ന ഒരു ദിവസം കൊണ്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓരോ തയ്യാറെടുപ്പുകളാണ് അതിൻ്റെ കേട്ടോ. പിന്നെ നമ്മുടെ ലക്കി ബാമ്പു ആണ് ഇത്. നമ്മൾ ഇങ്ങനെ നല്ല മൂത്ത തണ്ട് മുറിച്ചെടുത്തങ്ങാട്ട് അതിൻ്റെ ഇല ഇങ്ങോട്ട് ഉരിഞ്ഞെടുക്കുക കേട്ടോ. എന്നിട്ട് ശരിക്കും ആ ഒരു ബാമ്പു പോലെ അങ്ങനെ ആക്കിയെടുക്കുക. ഇതിങ്ങനെ വലിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അഴുക്കൊക്കെ ഉണ്ടാവും, അതൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കി അങ്ങനെ എടുക്കുക. എന്നിട്ട് പിന്നെ ഒരു വെള്ളത്തിലിട്ട് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇത് ഒരു ചുമന്ന റിബൺ കൊണ്ട് കെട്ടി കുറച്ച് വേരൊക്കെ വന്ന് മുകളിലൊന്ന് പൊടിച്ച് വരും. അതാണ് ആമസോണിൽ 449 രൂപ ഞാൻ കണ്ടത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഉണ്ടാക്കിയെടുത്തൂടെ. ഇതൊക്കെ പല ചെടികളും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അവർ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത് നമ്മൾക്ക് നല്ല വിലയിൽ തരും. നമ്മുടെ വീട്ടിൽ ഈ ചെടികൾ ഇഷ്ടം പോലെ ഉണ്ടായിരിക്കും, നമ്മൾ പക്ഷെ അതിനെ ഭംഗിയിൽ സെറ്റ് ചെയ്യാൻ മറന്നു പോകും. അപ്പോൾ അങ്ങനെ ഞാനൊന്ന് സെറ്റ് ചെയ്യാൻ ഇന്നിപ്പോൾ ഇത് പറഞ്ഞാലും 1 മാസത്തിനുള്ളിൽ എനിക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നണത്. സാധനങ്ങളൊക്കെ അടുപ്പിച്ചെടുക്കണ്ടേ, നമ്മൾ ജോലിക്ക് പോകല്ലേ. ഒറ്റ ദിവസം കൊണ്ട് ചെയ്യാനൊക്കെ പറ്റും. കയ്യിൽ പൈസയും ധാരാളം സമയവും വേണം കേട്ടോ. സമയം നന്നായിട്ട് വേണം നമുക്ക് എന്ത് കാര്യം നമ്മൾ വിചാരിച്ചത് അപ്പം തന്നെ ചെയ്യണമെങ്കിൽ. അപ്പോൾ അങ്ങനെ ചെടികളൊക്കെ റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ അലക്കല്ലിൻ്റെ അവിടെ കൊണ്ടുവച്ചോളാം പറഞ്ഞു ചേട്ടനോട്. എന്താ വെച്ചാൽ എനിക്ക് രാവിലെ നനയ്ക്കാനൊന്നും എപ്പോഴും പറ്റിയെന്ന് വരില്ല. അപ്പോൾ ചേട്ടൻ എന്നെയാകുമ്പോൾ എല്ലാം കൂടി ചേട്ടനെ കൊണ്ടാവില്ല, അപ്പോൾ ഓടി നടക്കാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം അലക്കല്ലിൻ്റെ അവിടെ ആകുമ്പോൾ എന്തായാലും നനച്ച് ചെടികൾ എന്തായാലും പിടിച്ച് കിട്ടില്ല. അത് കാരണം അലക്കല്ലിൻ്റെ അവിടെ, അതായത് പൈപ്പിൻ്റെ അവിടെ കൊണ്ടൊക്കെ വെച്ചു കേട്ടോ. എല്ലാതും ചേട്ടൻ അവിടെ കൊണ്ടുവച്ചു, ഞാനും കൂടി എടുത്ത് കൊണ്ടുവച്ചു. അങ്ങനെ പിന്നെ നമ്മുടെ ചമ്മന്തിയും കൂടിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. വൈകുന്നേരം അല്ലല്ലോ, 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനൊരു വീഡിയോ എടുത്തത്. അപ്പോൾ ഇരുമ്പുളി കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതേപോലെ വെയിലത്തിട്ട് ഉണക്കുകയാണ് കേട്ടോ. ഒരു ദിവസം ഉണങ്ങിയതാണ് ഈ പാകം. നന്നായിട്ട് ഉണക്കിയെടുക്കണം, എന്നിട്ട് അച്ചാറിടാം. അല്ലെങ്കിൽ ചെമ്മീൻ കറി വയ്ക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ അത് വെച്ചിട്ടുണ്ട്. പിന്നെ വൈകുന്നേരം വന്നപ്പോൾ ഡ്രസ്സ് മാറാണ്ട് തന്നെ
ചമ്മന്തിയുടെ വീഡിയോ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കൂട്ടുകാരോട്. അപ്പം ഞാൻ വേഗം എഡിറ്റ് ചെയ്യുന്ന ദിവസമാണ്, വേഗം വൈകുന്നേരം വന്ന് അപ്പം തന്നെ അത് വേഗം ഉണ്ടാക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ടുള്ള പണികൾ ചെയ്താൽ എനിക്കിപ്പോൾ അങ്ങനെ കുറേ നേരം അങ്ങനെ ഉറക്കൊഴിക്കാനായിട്ട് പറ്റണില്ല. പെട്ടെന്ന് തന്നെ ഉറക്കം വരിക, ആ പനിയുടെ ക്ഷീണം മാറാണ്ടാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ വേഗം എഡിറ്റ് ചെയ്യണം. അപ്പോൾ വേഗം ചമ്മന്തി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. കുളി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരത്തെ ഡ്രസ്സൊക്കെ അല്ലേ ഇടാം. അപ്പോൾ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഇത്തിരി മുളക് പൊടിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ഇട്ടാൽ ഞാനൊരു 3 ടേബിൾ സ്പൂണൊക്കെ എടുത്തിട്ടുണ്ടാവും. ഒരു നാളികേരത്തിൻ്റെ പേരുണ്ട് അത് കേട്ടോ. ചെറിയ നാളികേരമാണ്, അത്ര വലിയ നാളികേരമല്ല. നന്നായിട്ട് മൂക്കുമ്പോഴാണ് എനിക്ക് ഈ ഒരു ചമ്മന്തിക്ക് ടേസ്റ്റ് തോന്നാറ്. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ മുഴുവൻ മുളക് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ കൂടെ വറുത്തെടുത്താലും മതി. ഇതിൻ്റെ കൂടെ ആവണമെന്നില്ല, ഒറ്റയ്ക്ക് വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ അതാ ചെമ്മീൻ പൊടി പീരിയൊക്കെ ഇട്ടു, അതിൻ്റെ കൂടെ കുറച്ച് നേരം വറുത്തു. പിന്നെ ചെമ്മീനും ഒന്ന് കഴുകിയിട്ടു കേട്ടോ. ചെമ്മീൻ സെപ്പറേറ്റ് വറുത്തിടണമെങ്കിൽ ഇടാം, അപ്പോൾ കുറച്ചും കൂടി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. പിന്നെ കറിവേപ്പിലും. അപ്പോൾ നമ്മൾ ഇപ്പോൾ കുറച്ച് ദിവസം സൂക്ഷിക്കാനാണ് ഉണ്ടാക്കുന്നത്, കുറച്ച് കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ ചെമ്മീൻ വേറെ കഴുകി ഉണക്കിയിട്ട് വേണം കേട്ടോ വറുത്തെടുക്കാനായിട്ട്. കറിവേപ്പിലും കൂടി ഇട്ടു. ഉള്ളിയൊക്കെ വേണമെങ്കിൽ ചേർക്കാം, ഞാൻ ഉള്ളിയൊന്നും ചേർത്തില്ല. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് അരച്ചെടുത്തു കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു ചമ്മന്തി എന്ന് പറയുന്നത്. കൂട്ടുകാർ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ. ഇത് അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊരു 2-3 ദിവസമൊക്കെ ഉണ്ടാവും. ഇവിടെ നന്നായിട്ട് കൂട്ടുന്ന കാരണം കൊണ്ട് ചമ്മന്തിക്കൊക്കെ നല്ല ചിലവാണ് കേട്ടോ. അപ്പോൾ ഇനി തിങ്കളാഴ്ച അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.